ഹലോ ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഡിസിൻഫെക്ഷനെ പറ്റി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൈക്ക് COVID-19 ബന്ധപ്പെട്ട് കുറേ ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ നോക്കുന്ന ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്മുടെ കില്ലിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫെഷ്യസ് ഏജൻസ് ഓർ പാത്തോജനിക് ഓർഗാനിസംസ് and that can able to cause infection. In this case only the vegetative forms are destroyed, not in the spore stage. അതായത് നമുക്കറിയാം ഒരു ഓർഗാനിസത്തിന് എന്തുണ്ട്, ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന് ബോത്ത് വെജിറ്റേറ്റീവ് ഫോംസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പോർ സ്റ്റേജ് ഉണ്ട്. ഇൻ ഡിസിൻഫെക്ഷൻ വി ക്യാൻ ഓൺലി ഡിസ്ട്രോയ് ദ വെജിറ്റേറ്റീവ് ഫോംസ്, നോട്ട് ഇൻ ദ സ്പോർ സ്റ്റേജ്. അതായത് എന്താണ്, ഡിസ്ട്രക്ഷൻ ഓഫ് പാത്തോജനിക് ഓർഗാനിസംസ് ആയിരിക്കും. that must be ഏത് ഫോമിലായിരിക്കും, that must be വെജിറ്റേറ്റീവ് ഫോംസ്, നോട്ട് ഇൻ ദ സ്പോർ സ്റ്റേജ്. അങ്ങനെയുള്ള അങ്ങനെയുള്ള കില്ലിങ്ങിനാണ് നമ്മൾ എന്താ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിസ്ട്രക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസിൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ഹെൽപ്പ് ഓഫ് കെമിക്കൽസ് ആയിരിക്കും. അങ്ങനെ ഡിസിൻഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ നമ്മൾ കളക്ടീവ്ലി പറയുന്ന പേരാണ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ഡിസിൻഫെക്റ്റന്റ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനാനിമേറ്റ് ഒബ്ജക്ട്സിന്റെ മുകളിലായിരിക്കും മെയിൻ ആയിട്ട് ഈ ഒരു ഡിസിൻഫെക്റ്റന്റ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, the next one is what are the different properties of ideal disinfectant എന്നുള്ള രീതിയിൽ നോക്കാം. First one is the selective toxicity, that is it should be toxic to microorganisms but not to host. Then second property is എന്താണ്, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ്ലി ടോക്സിസിറ്റി. അതായത് എന്തിനു മാത്രമേ കില്ല് ചെയ്യാൻ പാടുള്ളൂ, മൈക്രോ ഓർഗാനിസത്തിന് മാത്രമേ ഹാംഫുൾ എഫക്ട് അതിനെ കില്ല് ചെയ്യാൻ പാടത്തുള്ളൂ. ഒരിക്കലും നമ്മുടെ ബോഡിയിലേക്കൊന്നും ഹാംഫുൾ എഫക്ട് ഉണ്ടാവാൻ പാടില്ല. Then it should be a broad spectrum activity. Spectrum എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെക്ട്രം മീൻസ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റിനെ പറയുന്ന പേരാണ് സ്പെക്ട്രം. അതെന്താണ്, ഒരു വൈഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ വൈഡ് ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത് ബ്രോഡ് സ്പെക്ട്രം ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ. Then it should be soluble in water, വാട്ടർ soluble ആയിരിക്കണം. Then it should have high penetrating power and speedy action. അതായത് എന്തായിരിക്കണം, നല്ല പെനിട്രേറ്റിംഗ് പവർ ആയിരിക്കണം. Then mode of action ഒക്കെ വളരെ സ്പീഡിലുള്ള ആക്ഷൻ ആയിരിക്കും. And stable at room temperature. Then it must be active in presence of organic matter presence active ആയിരിക്കണം. acidic pH and alkaline pH ലൊക്കെ എന്തായിരിക്കും, നല്ല highly active ആയിരിക്കണം. And do not cause any local irritation or sensitization. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും എന്തുണ്ടാവാൻ പാടില്ല, ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ സെൻസിറ്റൈസേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. Then അതിന് ഏറ്റവും വലിയ ഇതാണ്, ചില നമ്മളിപ്പോൾ എന്തെങ്കിലും ഡിസിൻഫെക്റ്റന്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില സമയത്ത് ലോക്കൽ മീൻസ് കൈക്കൊക്കെ ചൊറിച്ചിലും then ഐക്ക് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. then ഇതൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ചീപ്പ് ആൻഡ് ഈസിലി അവൈലബിൾ ആയിരിക്കണം. then സേഫ് ആൻഡ് ഈസി ടു യൂസ്. then നോട്ട് ഇന്റർഫിയർ വിത്ത് ഹീലിംഗ്സ്, വൂണ്ട് ഹീലിംഗ്സിനൊന്നും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. and not to be toxic if absorbed into circulation. അഥവാ എന്തെങ്കിലും കേസിൽ നമ്മുടെ സർക്കുലേഷനിലേക്ക് ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല, ഒരു ടോക്സിക് എഫക്ട് ഉണ്ടാവാൻ പാടില്ല. ഇത്രയാണ് ഇങ്ങനെയുള്ള ഒരു 11 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് ഐഡിയൽ ഡിസിൻഫെക്റ്റന്റിന് വേണ്ടിയത്. The next one is the classification of disinfectant. First classification is based on spectrum of activity. ഈ spectrum of activity ന്റെ ബേസിൽ നമ്മൾ ഡിസിൻഫെക്റ്റന്റിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ലോ ലെവൽ ഡിസിൻഫെക്റ്റന്റ്, ഇന്റർമീഡിയറ്റ് ഡിസിൻഫെക്റ്റന്റ് ആൻഡ് ഹൈ ലെവൽ ഡിസിൻഫെക്റ്റന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഇതിനകത്ത് ലോ ലെവൽ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഏബിൾ ടു കിൽ മോസ്റ്റ് വെജിറ്റേറ്റീവ് ബാക്ടീരിയാസ്, ഒട്ടുമിക്ക എല്ലാ വെജിറ്റേറ്റീവ് ബാക്ടീരിയസിനെ കിൽ ചെയ്യും. ദെൻ സം ഫംഗൈ ആൻഡ് സം വൈറസസ്, ഇതിനൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, കില്ല് ചെയ്യുന്നത് വിത്ത് പ്രീഡിറ്റർമൈൻഡ് ടൈം. അതായത് ലെസ് ദാൻ 10 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ബട്ട് ഡസ് നോട്ട് കിൽ മൈക്രോ ബാക്ടീരിയ. അതായത് മൈക്രോ ബാക്ടീരിയ സ്പീഷീസിനെ കില്ല് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള ഒട്ടുമിക്ക എല്ലാ ബാക്ടീരിയാസിനെ, ഫംഗസിനെ, ബാക്ടീരിയയുടെ വെജിറ്റേറ്റീവ് ഫോംസിനെ, ഫംഗസിനെ, കുറച്ച് വൈറസിനെ വിത്തിൻ 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ കില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന ഡിസിൻഫെക്റ്റന്റ് കറക്റ്റ്ലി ബിലോങ്സ് ടു കാറ്റഗറി ലെവൽ 1 എന്നുള്ള രീതിയിലാണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടൻ ഓർഗാനിക് ആസിഡ്സ് ആൻഡ് ലോ ജനറേഷൻ ഓഫ് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ് ഒക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ്. Then next one is the intermediate levels എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, മൈക്രോ ബാക്ടീരിയനെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ വെജിറ്റേറ്റീവ് ബാക്ടീരിയ, മോസ്റ്റ് വൈറസസ്, മോസ്റ്റ് ഫംഗൈ, ബട്ട് ഡസ് നോട്ട് കിൽ ബാക്ടീരിയൽ സ്പോർസ്. ഇവിടെ എന്തിനെ കില്ല് ചെയ്യില്ല, ബാക്ടീരിയൽ സ്പോർസിനെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അവിടെ എന്തിനെ കില്ല് ചെയ്യും, നമ്മുടെ മൈക്രോ ബാക്ടീരിയ സ്പീഷീസിനെ കില്ല് ചെയ്യുന്നുണ്ട്. ലോ ലെവലിൽ മൈക്രോ ബാക്ടീരിയൻ കില്ല് ചെയ്യില്ല, ഇന്റർമീഡിയറ്റ് ആകുമ്പോഴത്തേക്ക് മൈക്രോ ബാക്ടീരിയൻ കില്ല് ചെയ്യും. ഇതിന് മെയിൻ ആയിട്ട് വരുന്ന എക്സാമ്പിൾ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലജൻസ് വരും. ദെൻ ഓക്സിഡൈസിങ് ഏജൻസ് ലൈക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ്സ്, then hydrogen peroxide, then high generations of quaternary ammonium compounds ഒക്കെയാണ് വരുന്നത്. Then high level disinfectant അത് വരുന്നതാണ്, it will kill all microorganisms except large numbers of bacterial spores. ഒട്ടുമിക്ക എല്ലാ ബാക്ടീരിയനെയും കില്ല് ചെയ്യും,
ഓൺലി വിത്ത് വെജിറ്റേറ്റീവ് ഫോംസ് മാത്രമായിരിക്കും. ഇതിൻ്റെ അകത്ത് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ചില എന്ത് ചെയ്യാം സ്പോർട്സിനെ കില്ല് ചെയ്യുന്നുണ്ട്. ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് ഗ്ലൂട്ടറാൾഡിഹൈഡ് വരും, ദെൻ ഫിനോൾ കോമ്പോസിഷൻസ്, ദെൻ ആൽക്കലി, ദെൻ പാരാസിറ്റിക് ആസിഡ് ഒക്കെയാണ് ഈ ഹൈ ലെവൽ ഡിസിൻഫെക്ടന്റിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. Then second classification is based on mode of action. Mode of actionന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസിൻഫെക്ടന്റിനെ നമ്മൾ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ ഇന്റർഫിയർ വിത്ത് ദ എൻസൈമാറ്റിക് സിസ്റ്റം ഓഫ് ദ ഓർഗാനിസം. അതായത് ഓർഗാനിസത്തിന്റെ എൻസൈമാറ്റിക് സിസ്റ്റത്തിനെ ഇന്റർഫിയർ ചെയ്യുക. Then second one is the coagulation of protein. Then disruption of cell membrane. Then fourth one is the oxidative damage. ഇങ്ങനെ 4 രീതിയിലാണ് ഈ മോഡ് ഓഫ് ആക്ഷന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസിൻഫെക്ടന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഓരോ ഡിസിൻഫെക്ടന്റിനെ പറ്റി നോക്കാം. ഫസ്റ്റ് ഡിസിൻഫെക്ടന്റ് ഈസ് ദ ഫീനോൾ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. ഇതിനകത്ത് ഫീനോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസഫ് ലിസ്റ്റർ ആയിരുന്നു. ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോസഫ് ലിസ്റ്റർ ആയിരുന്നു. ഈ ജോസഫ് ലിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി എന്നാണ് ഈ ജോസഫ് ലിസ്റ്റർ അറിയപ്പെടുന്നത്. ഈ ഫിനോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബാക്ടീരിയസിഡൽ ആൻഡ് എഫക്റ്റീവ് അഗേൻസ്റ്റ് ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, ബട്ട് സ്പോർസ് ആർ റെസിസ്റ്റന്റ്. സ്പോർസിന് റെസിസ്റ്റന്റ് നേച്ചർ ആയിരിക്കും. ദെൻ ഇറ്റ് ഷുഡ് ബി സോളിബിൾ ഇൻ വാട്ടർ, ആക്റ്റീവ് ഇൻ അസിഡിക് പി എച്ച്, ബട്ട് നമ്മുടെ ആൽക്കലൈൻ പി എച്ച് ആകുമ്പോഴത്തെ സമയത്ത് എന്ത് സംഭവിക്കും, ഇതിന്റെ ആക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. ദെൻ ഇറ്റ് യൂസ്ഡ് ആസ് എ ഡിസിൻഫെക്ടന്റ് ആൻഡ് ആന്റിസെപ്റ്റിക്കും കൂടിയായിട്ട് ഈ ഫിനോൾ യൂസ് ചെയ്യുന്നുണ്ട്. Then used for the decontamination of infective discharges, spillages, bathrooms, environmental surfaces, floor, walls, furniture and instruments ഒക്കെ നമ്മൾ ഡീകണ്ടാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫിനോൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കോമൺലി 2.5% ഫിനോൾ ഈസ് യൂസ്ഡ് ഫോർ ഡിസിൻഫെക്ടന്റ്, സ്പൂട്ടം, യൂറിൻ ആൻഡ് സ്റ്റൂൾ സാമ്പിൾ ഒക്കെ ഡിസിൻഫെക്ടന്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ 2.5% ഫിനോളാണ് യൂസ് ചെയ്യുന്നത്. അതേസമയത്ത് 0.5% ഫിനോൾ നമ്മൾ സിറത്തിനെ, വാക്സിനെ ഒക്കെ പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതേസമയത്ത് പ്യുവർ ഫിനോൾ എന്ന് പറഞ്ഞാൽ എന്തായാലും ഹൈലി ടോക്സിക് ആയിരിക്കും, ഒരു അൺപ്ലസന്റ് സ്മെല്ലും ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ടിഷ്യൂ ഇറിറ്റേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്യുവർ ഫിനോളിന്റെ ആക്ടിവിറ്റി വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽ മെംബ്രെയിനെ ഡാമേജ് ചെയ്യാണ് ചെയ്യുന്നത്. സെൽ മെംബ്രെയിനെ ഡാമേജ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ സെൽസിന്റെ എസൻഷ്യൽ ന്യൂട്രിയൻസിനൊക്കെ ലീക്കേജ് സംഭവിച്ചിട്ട് സെൽ ഡെത്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ അത് വരുന്ന എൻസൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പ്രോട്ടീനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓക്സിഡൈസ്, പിന്നെ അതുപോലെ തന്നെ ഡീഹൈഡ്രോജനൈസ് എൻസൈംസിനൊക്കെ ഇത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഇത് ഇനാക്റ്റീവ് ആയിട്ട് അങ്ങനെ ഈ ഒരു സെൽസിനെ ഇനാക്റ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക, ഇനാക്റ്റീവ് ആയിട്ട് മാറ്റും. ദെൻ എന്ത് ചെയ്യുന്നു, ഇത് ബാക്ടീരിയസിഡൽ ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതെന്താണ്, സെൽ വാൾ ലീക്കേജ് സംഭവിക്കുന്നുണ്ട്. സെൽ വാളിന്റെ ലീക്കേജ് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഓർഗാനിസങ്ങളുടെ ഡെത്ത് സംഭവിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബാക്ടീരിയസിഡൽ ഡിസിൻഫെക്ടന്റ് എന്നുള്ള രീതിയിൽ പറയാം. ദെൻ ഫിനോളിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് വൺ ഇസ് ദ ക്രസോൾ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനോളിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫിനോളിനെക്കാട്ടും കുറച്ചും കൂടി ജെർമിസിഡൽ ആക്ടിവിറ്റി കൂടുതലുള്ളതായിരിക്കും ഈ ക്രസോൾ എന്ന് പറഞ്ഞ സംഭവം. ദെൻ ലൈസോൾ. ഈ ലൈസോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് ക്രസോൾ ആയിരിക്കും. Both these are active in presence of organic matter in presence active ആയിരിക്കും, and also used as a good disinfectant on inanimate objects. ലൈസോൾ നമ്മൾ ഇനാനിമേറ്റ് ഒബ്ജക്ട്സിന് വേണ്ടി യൂസ് ചെയ്യാം, പക്ഷേ എന്താണ്, ഇറ്റ് ഈസ് ടോക്സിക് ടു ഹ്യൂമൻസ്. അതാണ് ഇതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റൈറ്റ് സൈഡ് കാണിച്ചിരിക്കുന്നതാണ് ലൈസോളിന്റെ ഇമേജ് ആണ് കാണിച്ചത്. ഹെക്സൈൽ റിസോർസിനോൾ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സൊല്യൂഷൻ ആണ്. ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലിസറിൻ ആൻഡ് വാട്ടർ ഉണ്ട്. ഫിനോൾ കൂടാണ്ട് ഗ്ലിസറിനും ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഉണ്ടാവും വാട്ടർ കണ്ടെയ്നിങ് മിക്സ്ചർ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മളെ മൗത്ത് വാഷേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കഫ് ഡ്രോപ്സിലും യൂസ് ചെയ്യുന്നുണ്ട് ഹെക്സൈൽ റിസോർസിനോൾ എന്ന് പറഞ്ഞ സംഭവം. നെക്സ്റ്റ് വൺ ഇസ് ദ ഹെക്സാ ക്ലോറോഫിൻ. ഇത് മെയിൻ ആയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ സോപ്പിന്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. ഓയിൽസ്, ക്രീംസ്, ഡിയോഡ്രൻസ്, ടൂത്ത് പേസ്റ്റിൽ, ഈവൻ ഷാമ്പൂല് വരെ ഉള്ള സംഭവമാണ് ഹെക്സാ ക്ലോറോഫിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് വാഷിങ്ങിനും പിന്നെ അതുപോലെ തന്നെ സ്കിൻ ക്ലീനിങ്ങിനും ഒക്കെ വേണ്ടി മെയിൻ ആയിട്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഹെക്സാ ക്ലോറോഫിൻ എന്ന് പറയുന്ന സംഭവം. ദെൻ ക്ലോറോഫിനോൾ ആൻഡ് ക്ലോറോക്സിൻ ലീനോൾസ്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലെസ് ടോക്സിക് ആയിരിക്കും, നോട്ട് ആക്റ്റീവ് ഇൻ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയോജനിക് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന കോക്കൈനെ കൺട്രോൾ ചെയ്യേണ്ടിയിട്ടാണ്. ഇതിന് ഏറ്റവും കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറ്റോൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഡെറ്റോളിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ, ഇതെന്താ നോൺ ഇറിറ്റേറ്റിംഗ് ആണ്. അത് നമ്മുടെ സ്കിന്നിലും ഈവൻ ടിഷ്യൂലും വരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ബോത്ത് ആക്റ്റീവ് ഇൻ പ്രസൻസ് ഓഫ് ആക്റ്റീവ് അഗേൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്കും ആക്ടിവിറ്റി അഗേൻസ്റ്റ് പക്ഷേ ട്യൂബർക്കിൾ ബാസിലസിനും പിന്നെ അതുപോലെ തന്നെ ബാക്ടീരിയ സ്പോർസിനും എന്തില്ല, ആക്ടിവിറ്റി ഉണ്ടാവത്തില്ല. ഡെറ്റോൾ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിസിൻഫെക്ടന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് വൺ ഇസ് ദ
ക്ലോർഹെക്സിഡിൻ ഓർ ഹിബിറ്റിൻ എന്ന് പറയുന്നു. ഇതെന്ന് പറഞ്ഞിട്ട് എന്താണ്, നോൺ ടോക്സിക് ആയിരിക്കും ആൻഡ് ഓൾസോ യൂസ്ഡ് ആസ് എ സ്കിൻ ആന്റിസെപ്റ്റിക് വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ് ഹിബിറ്റിൻ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടും ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്, ബട്ട് ലെസ് ആക്ടിവിറ്റി അഗേൻസ്റ്റ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അക്ക സൊല്യൂഷൻ ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൂൺസിനൊക്കെ ഡിസിൻഫെക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ അക്ക സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം നമുക്ക് കോമൺലി അവൈലബിൾ ആണ്. അതായത് വെച്ചാൽ സർജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് സ്ക്രബ്ബർ എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ എന്താണ് നോർമലി അവൈലബിൾ ഉള്ള സംഭവമാണ് ഹിബിറ്റിൻ എന്ന് പറഞ്ഞ സാധനം. The next one is the alcohols. In examples ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ അതിന്റെ മെത്തനോൾ ഒക്കെയാണ് നമ്മൾ ഇതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈഥൈൽ ആൽക്കഹോളിനെ പറ്റി പറയുമ്പോൾ നമ്മൾ 15 to 90% ഈഥൈൽ ആൽക്കഹോൾ എഫക്റ്റീവ് ആയിരിക്കും. ഇതിൽ തന്നെ ഏറ്റവും നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70% ഈഥൈൽ ആൽക്കഹോൾ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാം പോസിറ്റീവിന്റെയും ഗ്രാം നെഗറ്റീവിന്റെയും ആൻഡ് ഓൾസോ ആസ്ട്രോഫാസ്റ്റ് ബാസിലിന്റെയും വെജിറ്റേറ്റീവ് ഫോംസിനെ കില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്പോർസ് ആർ റെസിസ്റ്റന്റ് ആയിരിക്കും. ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70% ഈഥൈൽ ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ ഡിസിൻഫെക്ഷൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, സ്കിൻ ഡിസിൻഫെക്ഷൻ ഫോർ ആഫ്റ്റർ വെനി പങ്ക്ചർ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കൊറോണയുടെ സമയത്ത് ഇത് നല്ലൊരു മിനിമം നമ്മൾ പറയുന്നത് എന്താണ്, 70% ആൽക്കഹോൾ കണ്ടെയ്നിങ് ഹാൻഡ് വാഷസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഹാൻഡ് റബ്ബേഴ്സ് ആണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. കാരണം ഈവൻ വൈറസസിന് വരെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് 70% ആൽക്കഹോളിന്. പിന്നെ വരുന്ന ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, ഇത് നമ്മൾ ഡിസിൻഫെക്ടന്റ് പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറൽ തെർമോമീറ്റേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മെത്തനോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫംഗിസിഡൽ ആക്ടിവിറ്റി ആണ്. ബാക്ടീരിയസിഡൽ ആക്ടിവിറ്റിനെക്കാട്ടി കൂടുതൽ വരുന്നത് ഫംഗിസിഡൽ ആക്ടിവിറ്റീസ് ആണ്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻക്യുബേറ്റേഴ്സ് ഒക്കെ കണ്ടാമിനേഷൻ ആവും. ഫംഗൽ സ്പോർസിനെ കൊണ്ടൊക്കെ ഇൻക്യുബേറ്റർ ഒക്കെ കണ്ടാമിനേഷൻ ആവുന്ന സമയത്ത് അതിനെ അതിനെ ക്ലീൻ ചെയ്യേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രക്ഷൻ ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി മെത്തനോൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഏബിൾ ടു കോസ് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ആണ് ഇതിന്റെ മെയിൻ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ്സ് എ സോൾവെന്റ് ഓഫ് ലിപ്പിഡിനെ സോൾവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ലിപ്പിഡ് കോംപ്ലക്സസിന്റെ സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ സെൽ മെംബ്രെയിൻ്റെ അകത്തുള്ള ലിപ്പിഡ് കണ്ടൻസിനൊക്കെ പെട്ടെന്ന് എന്ത് സംഭവിക്കും, ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇറ്റ് ഈസ് ഓൾസോ എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിരിക്കും. സിവിയർ ഡീഹൈഡ്രേഷൻ മേ റിസൾട്ട് ഇൻ ബാക്ടീരിയോസ്റ്റാറ്റിക് കണ്ടീഷൻ. അത് ഓൾറെഡി ആൽക്കഹോൾ ആണ്, എന്തെങ്കിലും ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ എന്ത് സംഭവിക്കും, ബാക്ടീരിയോസ്റ്റാറ്റിക് കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. The next one is the heavy metal and its compounds. ഇതിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് സിൽവർ, മെർക്കുറി, കോപ്പർ ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ലോ കോൺസെൻട്രേഷനിലൊക്കെ ഈവൻ വെരി ലോ കോൺസെൻട്രേഷനിലൊക്കെ ആണെങ്കിൽ തന്നെ ഹൈലി ടോക്സിക് ആയിരിക്കും. ഇതിന്റെ മെയിൻ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ആയിരിക്കും. അതായത് ഇതിന്റെ SH ഗ്രൂപ്പ് ഓഫ് സെല്ലുലാർ പ്രോട്ടീൻ ആയിട്ട് മെയ്ഡ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യും, പ്രോട്ടീന്റെ കോയാഗുലേഷൻ സംഭവിക്കും. ദെൻ അങ്ങനെയാണ് ഓർഗാനിസത്തിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ മെർക്കുറി ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെർക്കുറി ആണ്. മെർക്കുറിക്ക് രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ട്, ഇൻഓർഗാനിക് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ് മെർക്കുറി ക്ലോറൈഡും മെർക്കുറസ് ക്ലോറൈഡും. ഈ മെർക്കുറി ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയസിഡൽ ആയിരിക്കും, പക്ഷേ എന്തായിരിക്കും ലെസ് ടോക്സിക് ആക്ടിവിറ്റി ഉണ്ടാകത്തുള്ളൂ. അതേസമയത്ത് മെർക്കുറസ് ക്ലോറൈഡിന് എന്തായിരിക്കും, ബാക്ടീരിയോസ്റ്റാറ്റിക് ആക്ടിവിറ്റി ആണ് ഉള്ളത്. അതേസമയത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ വരുന്നതാണ് മെർത്തേളേറ്റും മെറ്റാഫാനും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോത്ത് ബാക്ടീരിയസിഡൽ ഫംഗിസിഡൽ ആയിരിക്കും ആൻഡ് ലെസ് ടോക്സിക് ആക്ടിവിറ്റി ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എൻ ആന്റിസെപ്റ്റിക് ആൻഡ് ഓൾസോ യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ് ഇൻ കോസ്മെറ്റിക് ആൻഡ് ഒഫ്താൽമിക് സൊല്യൂഷനകത്തൊക്കെ എന്തൊക്കെയുണ്ട്, മെറ്റാഫാനും അതുപോലെ തന്നെ മെർത്തേളേറ്റും കണ്ടുവരുന്നുണ്ട്. The next one is the mercurochrome എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഇറ്റ് ആക്ട് ആസ് എൻ ആന്റിസെപ്റ്റിക് ഓൺ ക്യൂട്ടേനിയസ് മ്യൂക്കസ് മെംബ്രെയിൻ. ഈ ക്യൂട്ടേനിയസ് മ്യൂക്കസ് മെംബ്രെയിനിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആന്റിസെപ്റ്റിക് ആണ് മെർക്യൂറോക്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ സിൽവർ ആണ്. സിൽവറിനും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ രണ്ട് ഫോംസ് ഉണ്ട്, ഇൻഓർഗാനിക് സിൽവേഴ്സ് ഉണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ് സിൽവർ നൈട്രേറ്റ്. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിക്കൽ ജെർമിസിഡൽസ് ആക്ഷൻ ആയിട്ടുള്ളത്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗത്ത് വാഷസും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ടീത്തിന്റെ സർഫസിലുള്ള ക്യാവിറ്റീസിനൊക്കെ നമുക്ക് ഡിസിൻഫെക്റ്റന്റ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ സിൽവർ നൈട്രേറ്റ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം, ഈവൻ ഐസിൽ വരെ നമുക്ക് ഇൻഫാൻസിന്റെ ഐസിൽ നമുക്ക് വേണ്ടത് ഇത് വേണമെങ്കിൽ ഒറ്റിച്ചു കൊടുക്കാൻ പറ്റും. അതായത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഗോണോകോക്കൽ ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്ന കേസിൽ, അതായത് മദറിന് നെസീരിയ ഗൊണേറിയയുടെ ഇൻഫെക്ഷൻ ഉണ്ട്, ദെൻ ഇൻഫെക്റ്റഡ് ബർത്ത് കനാൽ വഴി പാസ് ചെയ്യുന്ന ന്യൂ ബോൺസിനും എന്ത് വരാൻ ചാൻസസ് കൂടുതലുണ്ട്, അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. സെക്കൻഡ് വൺ ഇസ് ദ ഓർഗാനിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ് ആർജിറോൾസ് ആണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയസിഡൽ ആക്ടിവിറ്റി ആണ്, ലെസ് ടോക്സിക് ആക്ടിവിറ്റി ആൻഡ് ഓൾസോ യൂസ്ഡ് ആസ് ആൻ ആന്റിസെപ്റ്റിക് എന്നുള്ള രീതിയിലാണ്. സെക്കൻഡ് വൺ ഇസ് ദ കൊളാർഗോൾ ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയോസ്റ്റാറ്റിക് ആക്ടിവിറ്റി ആണ് വരുന്നത്.
നെക്സ്റ്റ് ഇസ് കോപ്പർ ആണ്. കോപ്പറിൽ മെയിൻ ആയിട്ട് കോപ്പർ സൾഫേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗിസൈഡ്സും ആൽജിസൈഡ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് ഈ വാട്ടർ റിസർവോയേഴ്സിലും പിന്നെ ഈവൻ സ്വിമ്മിംഗ് പൂളിൽ വരെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പർ സൾഫേറ്റ് യൂസ് ചെയ്യാവുന്ന സംഭവമാണ്. ഇത്രയാണ് നമ്മുടെ ഹെവി മെറ്റൽസിന്റെ അകത്ത് വരുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.